guys, welcome back to my channel. യെസ്, അപ്പോൾ ഫ്രൈഡേ ഈവനിങ് ആണിത്. ഞാനും എൻ്റെ അമ്മയും ചിറ്റയായിട്ട് എൻ്റെ അമ്മൂമ്മയുടെ അവിടേക്ക് കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് പോവുകയാണ് ഒരു 2 days സ്റ്റേക്ക് വേണ്ടിയിട്ട്. അവിടെ ആക്ച്വലി കൊച്ചച്ഛൻ്റെ കുടുംബകോവിൽ ഉത്സവമാണ്, അതിനും കൂടെ ചേർന്നാണ് നമ്മൾ പോയത്. അപ്പോൾ നമ്മൾ രാത്രി ഒരു 7-7:30 ആയപ്പോൾ അവിടെ എത്തി. ചിറ്റ പുറത്തുനിന്ന് ചോക്ലേറ്റ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് ചില്ലിങ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഡിന്നറൊക്കെ കഴിച്ച് അങ്ങനെ ചില്ല് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ അമ്പലത്തിലും കൂടെ പോകണമെന്ന് പറഞ്ഞിട്ടാണല്ലോ പോയത്. പക്ഷേ പീരീഡ്സ് ആയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റില്ല കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്കുമാണ് അതിൽ ഭയങ്കര സങ്കടമായിപ്പോയി. പക്ഷേ അമ്മയും അവരൊക്കെ എല്ലാവരുമായിട്ട് അമ്പലത്തിലൊക്കെ പോയി. ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ്. കുഞ്ഞമ്മയുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡനാണ് ഈ കാണുന്നത്. ഇതെല്ലാം എൻ്റെ അമ്മൂമ്മയുടെ ഫേവറേറ്റ് ഹോബിയാണ്. എൻ്റെ അമ്മൂമ്മയുടെയും അമ്മയുടെയും ഫേവറേറ്റ് ഹോബിയാണ്. ചെടി എവിടെ കണ്ടാലും തൈയൊക്കെ മേടിച്ച് എടുത്തുകൊണ്ട് വന്ന് നട്ട് പിടിപ്പിച്ച് അടിപൊളിയാക്കും. ആൻഡ് ഈ കാണുന്നത് എൻ്റെ ചിറ്റ മ്യൂറൽ പെയിൻറ്റിങ്സും ആർട്ട് വർക്ക്സും ഒക്കെ ചെയ്യും. ഡ്രസ്സിലാണെങ്കിലും ഇതുപോലെ പോട്ട് വർക്ക്സും അങ്ങനെയൊക്കെ ചെയ്യും, പെയിൻറ്റിങ്സൊക്കെ ചെയ്യും. സോ അതാണ് കേട്ടോ ഈ കാണുന്നത്. എൻ്റെ വീട്ടിലും കുഞ്ഞമ്മയുടെ വീട്ടിലൊക്കെ ഉണ്ട്. സോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാൻ എടുത്തില്ല. ഇത് ലഞ്ച് ടൈമാണ്. അവിടെ ഉത്സവം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ വെജിറ്റേറിയൻ ആയിരുന്നു 2 days. അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് ചായയൊക്കെ കുടിച്ച് കപ്പയൊക്കെ ഇതുപോലെ വേവിച്ച് കഴിച്ചു. അടിപൊളിയായിരുന്നു. കുറേ നാളായി ഇങ്ങനെ ചില്ലൊക്കെ ചെയ്ത് നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് എനിക്ക് ചിറ്റ നല്ല അടിപൊളി ലെമൺ ടീ ഇട്ട് തന്നു. അതും കുടിച്ച് കിങ് ഓഫ് കൊത്തയൊക്കെ കണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഇത് അഗെയിൻ സൺഡേ മോർണിംഗ് ആണ്. ഞാൻ ഫ്രഷൊക്കെ ആയിട്ട് വീണ്ടും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. സോ ഇത് വീണ്ടും ലഞ്ച് ടൈമാണ്. അവരെല്ലാവരും പൊങ്കാല ഇടാനായിട്ട് പോയിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വന്നപ്പോൾ ഉള്ളതാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞ് നമ്മളൊരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോൾ ജസ്റ്റ് ഒന്ന് ടെറസിൽ കയറി ചുമ്മാ കുറച്ച് നേരം നിന്നു. അങ്ങനെ ലാസ്റ്റ് ഡേ പൊങ്കാലയ്ക്ക് ഇട്ട തെരളിയും പായസമൊക്കെ കഴിച്ച് അടിപൊളി ചില്ലിങ് ആയിരുന്നു. ആൻഡ് ഈവനിങ് ജസ്റ്റ് നെയിൽ പോളിഷൊക്കെ ഇടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറേ നാളായിട്ടിട്ട്. ആൻഡ് ഇത് സൺഡേ ഈവനിങ് നമ്മൾ ജസ്റ്റ് ഘോഷയാത്ര റോഡിലൂടെ പോകുന്നത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് റോഡിൻ്റെ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയ സമയമായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് മഴയായി. പിന്നെ അതിന് കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. ആൻഡ് റോഡിൽ നിന്ന് കുറച്ച് നേരം ഈ ഘോഷയാത്രയൊക്കെ കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി. ഈ കാണുന്ന വിഷ്വൽസ് അമ്പലത്തിനകത്തുള്ളതാണ്. ഇത് എൻ്റെ ചിറ്റയും കുഞ്ഞമ്മയൊക്കെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. കാരണം എനിക്ക് പൊക്കൂടല്ലോ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ പറഞ്ഞിരുന്നു. കാരണം ഞാൻ റോഡിൽ നിന്ന് ഘോഷയാത്ര കണ്ടതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാം ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അമ്പലത്തിനകത്തുള്ള ഇതുപോലത്തെ ചെറിയ വിശേഷങ്ങൾ ഞാൻ അവരോട് ചെറുതായിട്ട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. അങ്ങനെ അവർ ഷൂട്ട് ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്താണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടായിരുന്നു കുഞ്ഞു വിശേഷങ്ങൾ. വേറെ ഒരുപാട് ചില പ്രോഗ്രാംസൊക്കെ അവിടെ അമ്പലത്തിലുണ്ടായിരുന്നു ഉത്സവം ആയതുകൊണ്ട്. അതൊക്കെ എനിക്ക് നിങ്ങളെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ആയിപ്പോയതുകൊണ്ട്, പീരീഡ്സ് ആയിപ്പോയതുകൊണ്ട് എനിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടും എനിക്കതൊന്നും ഷൂട്ട് ചെയ്ത് കാണിക്കാൻ പറ്റിയിട്ടില്ല. എനിവേസ് നമുക്ക് നെക്സ്റ്റ് ഇയറൊക്കെ പറ്റുവാണെങ്കിൽ ഞാൻ ആ വിശേഷങ്ങളും കൂടെയൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞ് വ്ളോഗ്, കുഞ്ഞ് വിശേഷങ്ങളും അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾ രാത്രിയായി കിടന്ന് ഉറങ്ങാൻ പോവുകയാണ്. ആൻഡ് നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോകും. സോ അത്രയേ ഉള്ളൂ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും നമുക്ക് മറ്റ് വീഡിയോസുമായിട്ട് കാണാം. അതുവരെ ബൈ.